ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിച്ചുള്ള പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന നിർദ്ദേശത്തിനെതിരെ മെറ്റയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തുകൊടുത്തു. കോടതിയുടെ നിർദ്ദേശമില്ലാത്ത സാഹചര്യത്തിൽ നീക്കം ചെയ്യുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമെന്നാണ് ഈ കത്തിൽ പറയുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ മാതൃ കമ്പനിയാണ് മെറ്റ. പാരഡിയെ ചൊല്ലി രാഷ്ട്രീയ പോരും തുടരുകയാണ്. വിശ്വാസികളെ പറ്റിക്കാനുള്ള പാട്ടെന്നാണ് മുതിർന്ന CPM നേതാവ് TK ഹംസയുടെ പ്രതികരണം. ബാൻ ചെയ്താൽ പാടി പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ മറുപടിയും വന്നു. വിശ്വാസികളെ പറ്റിക്കാനുള്ള പാട്ടാണെന്ന് തോന്നി. അത് എത്ര കണ്ട് എഫക്റ്റീവും ഇല്ല എന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല, അത് നമുക്ക് പിന്നെ പറയാം. ഒരു പാട്ട് കൊണ്ടൊന്നും ഒരു ഇലക്ഷൻ ജയിക്കാൻ കഴിയും. തിരുവനന്തപുരത്തേക്ക് എന്ത് മാപ്പിള പാട്ടാണ്. അയ്യപ്പന്റെ മുദ്രാവാക്യത്തിന്റെ പേരടി എഴുതിയോലിക്കെതിരല്ലേ ആവുക. സ്വർണം കക്കുന്നാണ് ഏറ്റവും വലിയ തെറ്റ്. അതല്ലാതെ കട്ടയിനെ കുറിച്ച് പാട്ട് എഴുതുന്ന കുറ്റമില്ല. G സുധാകരന്റെ ഒരു പോസ്റ്റർ ഉണ്ട്, കക്കും പാലോചിക്കണമായിരുന്നു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് വല്ലതും ബാൻ ചെയ്താൽ ബാൻ ചെയ്യുന്നവരുടെ ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങളുടെ നേതാക്കൾ തന്നെ ഈ പാട്ട് പാടും. അത് ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കാതിരിക്കുന്നതാണ് സർക്കാരിന് നല്ലത്. തിരുവനന്തപുരത്ത് സലീം മാലിക് ഈ പാരഡി പാട്ടിന്റെ കൂടുതൽ പുതിയ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പാരഡി കൂടുതൽ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ സലീം, പറയൂ. അതെ, ഈ പാരഡി ഗാനം ഈ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ മുൻപില്ലാത്തതിനേക്കാൾ കൂടുതൽ ആ ഗാനം പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം കേരളത്തിലെ പല കോണുകളിലേക്കും എത്തിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ഇപ്പോഴും ചൂടുപിടിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മെറ്റയ്ക്കൊരു കത്ത് അയച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസ് ഇതിനോടകം തന്നെ മെറ്റയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഈ പാരഡി ഗാനങ്ങളും ലിങ്കുകളും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടൊരു കത്ത് നൽകിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ മെറ്റയ്ക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ലിങ്കുകൾ നീക്കം ചെയ്യരുത്, നീക്കം ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാകും. പ്രത്യേകിച്ചും നിലവിലൊരു കോടതി ഉത്തരവ് പോലും ഇതുമായി ബന്ധപ്പെട്ട വന്നിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല ഏതെങ്കിലും നിലയിൽ പ്രശ്നമുണ്ടാക്കുന്ന കണ്ടന്റാണ് എന്ന് ആരും നിരീക്ഷിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങളോ പാരഡി ഗാനങ്ങളോ മെറ്റയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്യുന്നത് ഗുണകരമാവില്ല. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും ഈ നിലയിലുള്ള ആക്ഷേപഹാസ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രം അത് പ്രശ്നമാകുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ലിങ്കുകൾ നീക്കം ചെയ്യരുത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് മെറ്റയ്ക്ക് അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത്. അതൊരു തെറ്റായ കീഴ്വഴക്കമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സൈബർ പോലീസ് നൽകിയിരിക്കുന്ന ഈ കത്തിൽ ആലോചിച്ച് തന്നെ തീരുമാനമെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ പറയുന്നു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.